സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുള്ളത് മാന്യ പുതുക്കോലിയിലുള്ള മാസ്കോ ഫാം റിസോർട്ടിലാണ്. ഇന്നിവിടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ നടക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വാ. മാന്യ പുതുക്കോലിയിലുള്ള മാസ്കോ പ്രോപ്പർട്ടീസിൻ്റെ ഫാം റിസോർട്ടാണ് ഇത്. തികച്ചും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരിടമാണ് ഇത്. ഇതിൻ്റെ എൻട്രൻസ് കവാടമാണ്. ഇതിലൂടെയാണ് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. ചുറ്റിനും മരങ്ങളും പൂവുകളും ഒക്കെയായി നല്ല സുന്ദരമായ ഒരു കാഴ്ചയാണ് ഇവിടെ എത്തിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. മഴയും കുളങ്ങളും പക്ഷികളും ഒക്കെയായി താളുകൾ പ്രകൃതി സ്തുതി ഗീതങ്ങൾ പാടുന്ന മനോഹരമായ കാഴ്ച. എവിടെ നോക്കിയാലും പച്ചപ്പ് പുതച്ചിരിക്കുന്നത് കാണാം. നിങ്ങൾ കാണുന്നത് പോലെ ഇതിൻ്റെ വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ ഇതിലും മനോഹരമായിരിക്കും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ. നല്ല മഴയ്ക്കുള്ള സാധ്യത കാണുന്നു. ഈ നടന്നു വരുന്ന ആളാണ് ഈ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥൻ ഷാഫി ബഹ്റൈൻ. എൻ്റെ വർക്കുകൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ആണ്. ഇന്നത്തെ പരിപാടിയിൽ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഇവിടെയാണ്. പുറത്ത് നല്ല മഴ പെയ്യുകയാണ്. ആ സമയത്ത് കുളത്തിൻ്റെ സൈഡിലേക്ക് നോക്കി നിൽക്കാൻ തന്നെ നല്ല സുന്ദരമായ കാഴ്ചയാണ്. ആളുകളെല്ലാം എത്തിത്തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഭക്ഷണത്തിലേക്ക് കടക്കാം. ഇന്ന് എൻ്റെ ഇവിടുത്തെ ജോലി എന്തെന്ന് വെച്ചാൽ ലൈവ് ബ്രോസ്റ്റഡ് ചെയ്യുക എന്നതാണ്. ഏകദേശം 150ഓളം പീസുകളാണ് ഇന്നിവിടെ ലൈവായി ചെയ്യാനുള്ളത്. ബ്രോസ്റ്റഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നത് അതിൻ്റെ മിക്സിംഗ് ആണ്. എത്രത്തോളം നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ക്രിസ്പിനെസ്, കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി അനുഭവപ്പെടും. രണ്ടു തവണയായിട്ടാണ് ഇതിനെ മിക്സ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ തവണ മിക്സ് ചെയ്തതിന് ശേഷം എണ്ണയിലേക്കാണ് ഇടുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഇതിന് ആവശ്യമായി വരുന്നത്. എണ്ണ ഹൈ ഫ്ലെയിമിൽ ചൂടാവാൻ വെച്ചതിന് ശേഷം എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഈ മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. എണ്ണയിലിട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. 15 മിനിറ്റാണ് ഇതിൻ്റെ വേവിനുള്ള സമയം.
ഇവിടെ എല്ലാവർക്കും കൗതുകമായി തോന്നുന്നത് എൻ്റെ തലപ്പാവ് തന്നെയാണ്. ആദ്യ ട്രിപ്പ് ബ്രോസ്റ്റഡ് ഇവിടെ ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തേത് നമുക്ക് എണ്ണയിലേക്ക് ഇടാം. അവർ എന്നെക്കുറിച്ച് പറയുന്നത് കേട്ടാണ് ഞാൻ ഈ ചിരിക്കുന്നത്. ഒരു സൈഡിൽ ഇവിടെ അൽഫാമിൻ്റെ വർക്കും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഇവരൊക്കെ തന്നെയാണ് എൻ്റെ തലപ്പാവിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രോസ്റ്ററിനെ കുറിച്ച് ഹനീഫ് അഭിപ്രായം പറയുകയാണ്. അടിപൊളി. രണ്ടാമത്തെ സൂപ്പറാണ്. ബ്രോസ്റ്റഡ് സൂപ്പർ. അസൂന് അൽഫാമും ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഭക്ഷണം കഴിക്കാനുള്ള സമയമാണ്. ഇന്നത്തെ ഈ പരിപാടിക്ക് കാറ്ററിംഗ് ഒരുക്കിയിരിക്കുന്നത് ഞങ്ങളുടെ തന്നെ സാദാത്ത് കാറ്ററിംഗ് ആണ്. ഇന്നത്തെ ഇവിടുത്തെ വിഭവങ്ങൾ നെയ്ച്ചോറും ബീഫ് കറിയും അതുപോലെ തന്നെ ബട്ടർ ചിക്കനും പൊറോട്ടയും ചപ്പാത്തിയും ബ്രോസ്റ്റഡ് ചിക്കനും അൽഫാമുമാണ്. ആ പോകുന്നതാണ് എൻ്റെ അറബിക് സലാഡ്. പിന്നെ പുഡിങ്ങുമുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. എല്ലാവരും ആസ്വദിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള പാചകക്കാർക്ക് മനസ്സ് നിറയുന്നത്. ഭക്ഷണത്തിന് ശേഷം 2 തരം ഡെസേർട്ടാണുള്ളത്. ഒന്ന് അറബിക് സലാഡും പിന്നെ ഒരു മാംഗോ പുഡിങ്ങും. ഇതാണ് ഇപ്പോഴത്തെ അറബിക് സലാഡിൻ്റെ അവസ്ഥ. സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? ഭക്ഷണത്തിന് ശേഷം കുശലാന്വേഷണമാണ്. അതിനുശേഷം എല്ലാവരും ഫാമിലി വീഡിയോസ് എടുക്കുന്ന സമയമാണ്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഗുഡ് ബൈ.